ഹായ് ഓൾ, എല്ലാവർക്കും സൈലം SSC RRBയിലേക്ക് സ്വാഗതം. സോ നമ്മളിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്നാൽ വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന കെമിസ്ട്രിയിലെ ഒരു ട്രിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. സോ ഈ ഒരു ട്രിക്ക് എന്ന് പറയുന്നത് കെമിസ്ട്രിയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് റിയാക്ടിവിറ്റി സീരീസ് എന്ന് പറയുന്നത്. ഈ പറഞ്ഞ റിയാക്ടിവിറ്റി സീരീസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ എല്ലാ എക്സാമിനും ചോദിക്കാറുണ്ട്. സോ വളരെ കെമിസ്ട്രിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് തന്നെയാണ് ഈ റിയാക്ടിവിറ്റി സീരീസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം, എന്താണ് റിയാക്ടിവിറ്റി സീരീസ് എന്ന് പറഞ്ഞാൽ, എന്താണ് റിയാക്ടിവിറ്റി സീരീസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിവിടെ കുറച്ച് മെറ്റൽസിനെയാണ്, ലോഹങ്ങളെയാണ് അവരുടെ റിയാക്ടിവിറ്റിയുടെ ഡിക്രീസിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാം, NCERT ടെക്സ്റ്റ് ബുക്ക് കൊടുത്തിട്ടുള്ള കുറച്ച് മെറ്റൽസിന്റെ റിയാക്ടിവിറ്റിയുടെ ഓർഡറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ ആദ്യത്തെ സ്ഥാനത്ത് പൊട്ടാസ്യം വരുന്നുണ്ട്. പൊട്ടാസ്യത്തിന്റെ സിമ്പൽ K എന്നാണ്. കാലിയം എന്നുള്ള ലാറ്റിൻ നെയിമിൽ നിന്നാണ് ആ K എന്ന് പറയുന്ന സിമ്പൽ കിട്ടിയിട്ടുള്ളത്. സോ ഏറ്റവും കൂടുതൽ റിയാക്ടിവിറ്റി കാണിക്കുന്ന ഒരു മെറ്റൽ തന്നെയാണ് പൊട്ടാസ്യം എന്ന് പറയുന്നത്. അടുത്തതായിട്ട് സോഡിയം വരുന്നുണ്ട്, ദെൻ കാൽസ്യം വരുന്നുണ്ട്, മഗ്നീഷ്യം വരുന്നുണ്ട്, അലൂമിനിയം വരുന്നുണ്ട്. അങ്ങനെ ഏറ്റവും താഴത്തേക്ക് പോകുമ്പോൾ ഏറ്റവും റിയാക്ടിവിറ്റി കുറഞ്ഞ ഒരു മെറ്റലായിട്ട് നമുക്ക് കിട്ടുന്ന ആരാണ്? ഗോൾഡാണ്. സോ NCERT 10ാം ക്ലാസ് ടെക്സ്റ്റ് ബുക്ക് കൃത്യമായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു മെറ്റൽസിന്റെ ഓർഡർ ആണ് നമ്മളിവിടെ ഈ ഒരു സ്ലൈഡിൽ കണ്ടിരിക്കുന്നത്. സോ ഇത് ഓർത്തു വെക്കുക എന്നുള്ളത് നമ്മളെ ഒരുപാട് ചോദ്യങ്ങൾ, നമ്മുടെ മത്സര പരീക്ഷകൾക്ക് വരുന്ന ഒരുപാട് ചോദ്യങ്ങൾ ചെയ്യാനായിട്ട് സഹായിക്കും. അപ്പൊ ഇത് ഓർക്കാനുള്ള ഒരു ട്രിക്കുമായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. ഈ ട്രിക്ക് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റോറി പോലെ നിങ്ങൾക്ക് ഓർത്തിരിക്കാം. ഈ സ്റ്റോറിയിലെ, ഈ ഒരു കഥയിലെ കഥാപാത്രം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പേര് മേസിൽ എന്നാണ്. ഒരു ചെറുപ്പക്കാരനാണെന്ന് വിചാരിച്ചോ. മേസിൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനാണ്, PSC ഒക്കെ എഴുതി നടക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ്. സോ ഇദ്ദേഹത്തിന്റെ കഥ എന്ന് പറയുന്നത് PSC എഴുതുന്നുണ്ട്. അങ്ങനെ PSC എഴുതിയിട്ട് കാര്യങ്ങളൊന്നും നടപടിയാകുന്നില്ല. അപ്പൊ ഇദ്ദേഹം എന്ത് ചെയ്തു? ഒരു പരാതി കൊടുക്കാനായിട്ട് തീരുമാനിച്ചു. ആ പരാതി കൊടുക്കുന്നത് ഹൈക്കോർട്ടിനാണ്. സോ കഥ ഇത്രയേ ഉള്ളൂ. PSC എഴുതുന്ന ഈ മേസിൽ പരാതി കൊടുക്കുകയാണ് ഹൈക്കോർട്ടിന്. സോ ഹൈക്കോർട്ടിന് പരാതി കൊടുത്തു. ഇനി ആ കഥ ജസ്റ്റ് ഒന്ന് നമുക്ക് എഴുതാം. PSC മേസിൽ. ആരാണ് എഴുതിയത്? മേസിലാണ് അല്ലെ. PSC മേസിൽ. ദെൻ ആർക്കാണ് പരാതി കൊടുക്കുന്നത്? ഹൈക്കോർട്ടിനാണ്. HC എന്ന് ഹൈക്കോർട്ടിന് പരാതി കൊടുത്തു. MST. ഇത്രയേ ഉള്ളൂ നമ്മുടെ റിയാക്ടിവിറ്റി സീരീസ് എന്ന് പറയാം. ഇനി ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. PSCയിലെ P എന്ന് പറഞ്ഞാൽ ആരാണ്? പൊട്ടാസ്യം എന്ന് പറയുന്ന മെറ്റലാണ്. PSCയിലെ P എന്ന് പറയുന്നത് പൊട്ടാസ്യം എന്ന് പറയുന്ന മെറ്റലാണ്. S എന്ന് പറയുന്നത് സോഡിയം എന്ന് പറയുന്ന മെറ്റലാണ്. C എന്ന് പറയുന്നത് കാൽസ്യം എന്ന് പറയുന്ന ലോഹമാണ്. M എന്ന് പറയുന്നത് മഗ്നീഷ്യമാണ്. M എന്ന് പറയുന്ന മഗ്നീഷ്യം ആണെങ്കിൽ A ആരാണ്? അലൂമിനിയമാണ്. A ആണ് അലൂമിനിയം. Z എന്ന് പറയുന്നത് സിങ്ക് ആണ്. I എന്ന് പറയുന്നത് അയൺ ആണ്. L എന്ന് പറയുന്നത് ലെഡ് ആണ്. H എന്ന് പറയുന്നത് ആരാണ്? ഹൈഡ്രജൻ ആണ്. H എന്ന് പറയുന്നത് ഹൈഡ്രജൻ ആണ്. ഇവിടെ C എന്ന് പറയുന്ന ആരാണ്? കോപ്പർ ആണ്. അപ്പൊ 2 C വരുന്നുണ്ട്. ഈ ഒരു C ശ്രദ്ധിക്കണം. ഹൈഡ്രജന്റെ താഴെ വരുന്ന C എന്ന് പറയുന്ന ആരാണ്? കോപ്പർ എന്ന് പറയുന്ന മെറ്റലാണ്. ദെൻ M വരുന്നുണ്ട്. M ആരാണ്? മെർക്കുറി ആണ്. S എന്ന് പറയുന്നത് സിൽവർ ആണ്. G എന്ന് പറയുന്നത് ഗോൾഡ് ആണ്. സോ അങ്ങനെയാണ് ഈ റിയാക്ടിവിറ്റിയുടെ ഓർഡർ എന്ന് പറയുന്നത്. സോ സിമ്പിൾ ആയിട്ടുള്ള ഒരു കഥ പോലെ നിങ്ങൾക്ക് ഓർത്ത് വെക്കാം. PSC, ബേസിക്, HC, MST ഇത്രയേ ഉള്ളൂ. സോ ഈ ഒരു കോഡിന്റെ ഒരു ഉപയോഗമായിട്ട്, അല്ലെങ്കിൽ ഇതിന്റെ ഒരു അപ്ലിക്കേഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കാം. സോ ആദ്യത്തെ ചോദ്യം നോക്കാം. Which of the following metals is less reactive than silver? സിൽവറിനേക്കാൾ റിയാക്ടിവിറ്റി കുറഞ്ഞ മെറ്റൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്താണ് എന്നുള്ള ബോധ്യം ഉണ്ടാവുകയാണ് ആദ്യം ചെയ്യേണ്ടത്. ഇവിടെ ഉപയോഗിക്കേണ്ടത് മറ്റൊന്നും തന്നെയല്ല, റിയാക്ടിവിറ്റി സീരീസിന്റെ ഓർഡർ ആണ്. സോ റിയാക്ടിവിറ്റി സീരീസ് ഒന്ന് പെട്ടെന്ന് എഴുതാനായിട്ട് ശ്രമിക്കുക. PSC മേസിൽ, HC, MST. ഈ MSTയിലെ S ആണ് സിൽവർ എന്ന് പറയുന്നത്. സിൽവറിനേക്കാൾ റിയാക്ടിവിറ്റി കുറഞ്ഞത്, അല്ലെങ്കിൽ സിൽവറിന്റെ താഴെ നിൽക്കുന്നത് ആരാണെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. സിൽവറിന്റെ മേലെയുള്ളവന്മാരൊക്കെ സിൽവറിനേക്കാൾ റിയാക്ടിവിറ്റി കൂടുതലാണ്. സിൽവറിന്റെ താഴെയുള്ള ആളെന്ന് പറയുന്ന ആരാണ്? G ആണ്. G എന്ന് പറയുന്ന ആരാണ്? ഗോൾഡ് ആണ്. ഇനി ഗോൾഡിന്റെ പീരിയോഡിക് ടേബിളിലെ ആ മൂലകത്തിന്റെ സിമ്പൽ എന്ന് പറയുന്നത് AU എന്നാണ്. അത് ഓറം എന്നുള്ള അദ്ദേഹത്തിന്റെ ലാറ്റിൻ നെയിമിൽ നിന്ന് കിട്ടിയതാണ്. സോ ഓപ്ഷൻ എന്ന് പറയുന്നത് മറ്റൊന്നും തന്നെയല്ല, ഓപ്ഷൻ C ആണ്. AU ആണ്, ഗോൾഡ് ആണ് സിൽവറിനേക്കാൾ റിയാക്ടിവിറ്റി കുറഞ്ഞ ഒരു മൂലകം എന്ന് പറയുന്നത്. നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു റിയാക്ടിവിറ്റി സീരീസിന്റെ കൺസെപ്റ്റ് വെച്ച് ഈ ഒരു ചോദ്യം ചെയ്യാവുന്നതാണ്. ഇനി അടുത്തൊരു ചോദ്യം നമുക്ക് നോക്കാം. അറേഞ്ച് ദ ഫോളോയിങ് മെറ്റൽസ് ഇൻ ദ കറക്റ്റ് ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി. റിയാക്ടിവിറ്റിയുടെ കറക്റ്റ് ഓർഡറിൽ ഇവരെ അറേഞ്ച് ചെയ്യാനാണ് ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. എഗെയിൻ നമ്മുടെ ട്രിക്ക് ഇവിടെ എഴുതാം. PSC മേസിൽ,
HC MSG എന്ന് പറയുന്നതാണ് ട്രിക്ക്. അപ്പോൾ ഏറ്റവും ആദ്യത്തെ സ്ഥാനത്തുള്ളത് പൊട്ടാസ്യമാണ്. പൊട്ടാസ്യത്തിന്റെ സിമ്പിൾ K ആണ്. സോ ഇവിടെയൊക്കെ K തന്നെയാണുള്ളത്, എല്ലാ ഓപ്ഷനിലും K ആണ്. ഇനി വ്യത്യാസം വരുന്നത് എവിടെയൊക്കെയാണെന്ന് ചോദിച്ചാൽ അവസാനത്തെ 3 ഭാഗങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അയേൺ, ലെഡ്, ഗോൾഡ് ആണ്. അപ്പൊ നമുക്കറിയാം ഗോൾഡ് ആണ് ഏറ്റവും ലാസ്റ്റ് വരിക. അപ്പോൾ എങ്കിൽ നമുക്ക് ഒരു ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാം, ഓപ്ഷൻ C എലിമിനേറ്റ് ചെയ്യാം. ഇനി നമ്മൾ നോക്കേണ്ടത് എനെയും ബിനെയും ഡിനെയും മാത്രമാണ്. അതിലേതാണ് കറക്റ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് നോക്കാം. അവിടെ ലാസ്റ്റത്തെ ആ 2 പാർട്ട് എന്ന് പറയുന്നത് അലൂമിനിയം, അയേൺ, ലെഡ് വെച്ചിട്ടാണ്. സോ ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അലൂമിനിയം ആണ് ആദ്യത്തെ സ്ഥാനത്ത് വരുന്നത്. അതിന്റെ ഡിക്രീസിംഗ് ഓർഡർ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലായിട്ട് ആദ്യം വരുന്നത് അലൂമിനിയമാണ്. അതിനുശേഷം അലൂമിനിയത്തിനേക്കാൾ കുറഞ്ഞ ഒരാളാണ് സ്ട്രെങ്ത് കുറഞ്ഞ അല്ലെങ്കിൽ റിയാക്ടിവിറ്റി കുറഞ്ഞ ഒരാളാണ് ഈ അയേൺ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ Fe എന്ന് പറയുന്ന സിമ്പിളുള്ള ആളെന്ന് പറയുന്നത്. സോ അയേൺ അടുത്തതായിട്ട് വരും. അതിനുശേഷം വരുന്ന ഒരാളാണ് ലെഡ് എന്ന് പറയുന്നത്. ഈ L എന്ന് പറയുന്നത് ഐന്റെ തൊട്ട് താഴെയായിട്ടാണ് ലെഡിന്റെ സിമ്പിളാണ് Pb എന്ന് പറയുന്നത്. സോ ഇതാണ് ആ ഓർഡർ എന്ന് പറയുന്നത്, അലൂമിനിയം, അയേൺ, ലെഡ്. ഈ ഒരു ഓർഡറിൽ വരുന്നത് ഏത് ഓപ്ഷനിലാണെന്ന് നമുക്ക് നോക്കാം. സോ ആ ഒരു കാര്യം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അലൂമിനിയം, അയേൺ, ലെഡ് എന്നുള്ള രീതിയിൽ വരുന്ന ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ B ആണ്, അലൂമിനിയം, അയേൺ, ലെഡ്. വളരെ ഈസി ആയിട്ട് ഈ ഒരു ട്രിക്ക് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ ഇങ്ങനെ വരുന്ന ചോദ്യങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഇത്തരത്തിലുള്ള ഒരുപാട് ട്രിക്കുകളുമായിട്ട് നമ്മുടെ ബാച്ചിലെ ഓരോ ക്ലാസ്സുകൾ നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത് മാത്തമാറ്റിക്സിലായാലും റീസണിങ്ങിലായാലും ജനറൽ അവയർനെസ്സിലാണെങ്കിലും ജനറൽ സയൻസിലാണെങ്കിലും കറണ്ട് അഫയേഴ്സിലാണെങ്കിലും ഒരുപാട് ട്രിക്സിന്റെ സഹായത്തോടു കൂടി തന്നെ നമുക്ക് കോമ്പറ്റേറ്റീവ് എക്സാമാണ്, മത്സര പരീക്ഷയാണ്. അപ്പോൾ ഈ പരീക്ഷയിലെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു മത്സരത്തിൽ ഏറ്റവും മുൻപന്തിയിലെത്തണം. അപ്പോൾ ഇതുപോലുള്ള ട്രിക്കുകൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഏറ്റവും സ്മാർട്ടായിട്ടുള്ള ഒരു രീതിയിലാണ് നമുക്ക് മുന്നോട്ടുള്ള റാങ്കുകളിലേക്ക് എത്താനായിട്ട് സാധിക്കും. അതിന് നിങ്ങളെ സഹായിക്കാൻ വേണ്ടി നമ്മുടെ സൈലം SSC RRB 2 ബാച്ചുകളാണ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. സോ ആദ്യത്തെ ബാച്ച് എന്ന് പറയുന്നത് SSC CGL സെലക്ഷൻ ബാച്ചാണ്. സെലക്ഷൻ ബാച്ച് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഏറ്റവും ബേസ് തൊട്ട് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ, വളരെ ബേസ് തൊട്ട് ഇതിനെപ്പറ്റി യാതൊരു ധാരണയല്ല അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു ധാരണ കിട്ടിക്കൊണ്ട് ബേസ് നേടിക്കൊണ്ട് വളരെ A തൊട്ട് നമ്മൾ പറയുമല്ലോ, A തൊട്ട് തുടങ്ങുക എന്നുള്ള ഒരു രീതിയാണെങ്കിൽ, അല്ലെങ്കിൽ ഫ്രം ദ ബേസ് 0 തൊട്ട് തുടങ്ങുക എന്നുള്ള രീതിയിലാണ് നിങ്ങളുടെ പ്രിപ്പറേഷൻ മുന്നോട്ടേക്ക് കൊണ്ടുപോകേണ്ടതെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബാച്ചാണ് സൈലം നൽകുന്ന മികച്ചൊരു ബാച്ച് തന്നെയാണ് SSC CGL സെലക്ഷൻ ബാച്ച് എന്ന് പറയുന്നത്. കോഴ്സ് ഫീ എന്ന് പറയുന്നത് വെറും 5,999 രൂപ മാത്രമാണ്. ഇതിലെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് 400+ hours ഓഫ് ലൈവ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ ഡെയിലി ക്ലാസ്സിൻ്റെ ഒരു വെയിറ്റേജ് നോക്കിക്കഴിഞ്ഞാൽ 2 to 4 hours ഓഫ് ക്ലാസ് നിങ്ങൾക്ക് ഡെയിലി കിട്ടും. 2 to 4 classes ഡെയിലി കിട്ടും. ആൻഡ് വീക്ക്ലി 5 to 6 days ക്ലാസ്സും ഉണ്ടാകും. സോ വളരെ ബേസ് തൊട്ട് തന്നെ ഈ ഒരു എക്സാമിനെ പറ്റിയും ഈ ഒരു എക്സാമിൻ്റെ പാറ്റേണിനെ പറ്റിയും ഈ എക്സാമിന് വേണ്ടുന്ന സിലബസിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്കഷനെ പറ്റിയുമാണ് നിങ്ങൾക്ക് അതൊക്കെ അറിഞ്ഞുകൊണ്ടാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്ന ഒരു ബാച്ചാണ് SSC CGL സെലക്ഷൻ ബാച്ച് എന്ന് പറയുന്നത്. സോ അഡ്മിഷൻ ഓപ്പൺ ആണ്. എത്രയും പെട്ടെന്ന് ഈ ഒരു എക്സാം എഴുതിക്കൊണ്ട് കേന്ദ്ര സർക്കാർ ജോലിയിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബാച്ച് തന്നെയാണ് SSC CGL സെലക്ഷൻ ബാച്ച് എന്ന് പറയുന്നത്. അടുത്തൊരു ബാച്ചാണ് SSC CGL മാസ്റ്റേഴ്സ് ബാച്ച് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഓൾറെഡി കുറച്ച് ബേസ് ഉണ്ട്, പെട്ടെന്ന് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ റീവൈൻഡ് ചെയ്യണം, റീഫ്രഷ് ചെയ്യണം എന്നുള്ള രീതിയിലാണ് നിങ്ങളുടെ ഒരു പ്രിപ്പറേഷൻ്റെ സ്റ്റേജ് കിടക്കുന്നതെങ്കിൽ, ഒന്നുകൂടി പൊടി തട്ടി എടുക്കാനുണ്ട് എന്നുള്ള രീതിയിലാണ് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്ന ഒരു ബാച്ചാണ് SSC CGL മാസ്റ്റേഴ്സ് ബാച്ച് എന്ന് പറയുന്നത്. കോഴ്സ് ഫീ എന്ന് പറയുന്നത് വെറും 1,999 രൂപയാണ്. 200+ hours ഓഫ് ലൈവ് ക്ലാസ്സസ്, 3 to 4 hours ഓഫ് ഡെയിലി ക്ലാസ്സസും ആൻഡ് 6 to 7 days വീക്ക്ലി ക്ലാസ്സസും എന്നുള്ള ഒരു ഓർഡറിലാണ് നമ്മൾ ഈ ഒരു ബാച്ച് സെറ്റ് ചെയ്തിരിക്കുന്നത്. സോ എത്രയും പെട്ടെന്ന് ഈ കണ്ടൻസ് ഒക്കെ തന്നെ എക്സാമിന് വേണ്ടിയുള്ള കണ്ടൻസ് ആണ് നിങ്ങൾക്ക് റീഫ്രഷ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബാച്ചാണ് മാസ്റ്റേഴ്സ് ബാച്ച് എന്ന് പറയുന്നത്. SSC CGL മാസ്റ്റർ ബാച്ച് എന്ന് പറയുന്നത്. കോഴ്സ് ഫീ എന്ന് പറയുന്നത് വെറും 1,999 രൂപ മാത്രമാണ്. സോ വളരെ നന്നായിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ മുന്നോട്ടേക്ക് പോവുക, നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക, നന്നായിട്ട് റിവൈസ് ചെയ്യുക. സൈലത്തിൻ്റെ കൂടെ ചേർന്നുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു കേന്ദ്ര സർക്കാർ ജോലിയിലേക്ക് നിങ്ങൾക്ക് എത്തിപ്പെടാൻ സാധിക്കട്ടെ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു.